പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത ഒക്ടോബർ 2-ാം തീയതി മുതൽ കുറച്ചുകൂടി വിപുലീകരിച്ച ലെവലിലായിരിക്കും ജ്യോതിർഗമയ നിങ്ങളിലേക്ക് എത്തുക. ഒരുപക്ഷെ ദേശീയ തലത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കും. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളിലേക്കും ഈ ജ്യോതിർഗമയുടെ കാര്യങ്ങൾ എത്തിച്ചേരും. ഈ ഒക്ടോബർ 2-ാം തീയതിയോടെ ഗാന്ധി ജയന്തി ദിനത്തിൽ വലിയ രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ നാടുകളിൽ താമസിക്കുന്ന മലയാളികളിലേക്കും ഇത് വ്യാപിപ്പിക്കുക, ഈ ബോധവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യൻ മീഡിയയിലെ തന്നെ ഏറ്റവും വലിയ സംഭവമാക്കി ഈ മോചന പരിപാടി നമ്മൾ മാറ്റും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾ കൂടി നമുക്കൊപ്പം ചേരുക. SKN40 അഥവാ ജ്യോതിർഗമയ ഒരു ലോക മലയാളി സംഭവമാക്കി നമ്മൾ മാറ്റാൻ തീരുമാനിച്ചു. അനുജ, അതെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഓണമൊക്കെ കഴിഞ്ഞു, പലയിടത്തു നിന്നും പിടിക്കുന്ന കണക്കുകൾ, ലഹരി എങ്ങനെയാണ് കൂടുതൽ അതിൽ വർധന ഉണ്ടാകുന്നുണ്ടോ എന്നതിൻ്റെയൊക്കെ കണക്കുകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. സ്കെയിൻ അതിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കണക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ വർഷം ഇതുവരെ ഇടുക്കി ജില്ലയിൽ മാത്രം 700-ലേറെ ചെറുപ്പക്കാരെ എക്സൈസ് മുൻകൈയെടുത്ത് ലഹരി വിമുക്തി കേന്ദ്രത്തിലാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് മാത്രം 10 കോടിയിലേറെ കഞ്ചാവ്, 10 കിലോയിലേറെ കഞ്ചാവ് ഇടുക്കിയിൽ പിടികൂടിയെന്ന കണക്കും വരുന്നുണ്ട്. രാസലഹരിയുടെ കണക്ക് അതിലുമേറെയാണെന്നാണ് റിപ്പോർട്ട് കാണാം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ലഹരി കേസുകളുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർധനവാണ് ഇക്കൊല്ലം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 493 കേസുകളാണ് ജില്ലയിൽ ആകെ റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ 2025 സെപ്റ്റംബർ ആകുമ്പോഴേക്കും 868 കേസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ 715 പേരെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കേണ്ടി വന്നു എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കാണ്. 85-ലധികം പേരെ തുടർ ചികിത്സയ്ക്കും പ്രവേശിപ്പിക്കേണ്ടി വന്നു. ലഹരിയുമായി പിടികൂടി ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ച ആ 715 പേരുണ്ടല്ലോ, അവരത്രയും 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഇത് ഇടുക്കി ജില്ലയിലെ മാത്രം കണക്ക്. അതായത് ചെറുപ്പക്കാർക്കിടയിൽ ലഹരിയുടെ ഉപയോഗം പൊടുന്നനെ കൂടുന്നു എന്ന ഔദ്യോഗിക കണക്ക്. ഇടുക്കിയിൽ രാസലഹരിയേക്കാളേറെ കഞ്ചാവ്, പുകയില കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 57.433 കിലോ കഞ്ചാവാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇക്കൊല്ലം ഇതിനോടകം പിടികൂടിയത്. അതിർത്തി കടന്നെത്തുന്ന MDMA, മെത്താഫിലമിൻ, ചരസ്, LSD, ആംഫിലമിൻ കേസുകളും കുറവല്ല. വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചും വിൽപ്പനയും ഉപയോഗവും മുൻവർഷത്തേക്കാൾ ഇരട്ടിയായിട്ടുണ്ട് എന്ന് എക്സൈസ് പറയുന്നു. ഈ ഓണക്കാലത്ത് മാത്രം 9 കിലോ കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ ഗൂഡല്ലൂർ, പാളയം തുടങ്ങിയ മേഖലകളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടക്കുന്നുമുണ്ട്. ചരസും MDMAയും കിലോ കണക്കിന് പിടികൂടി. ഇതിനു പുറമെയാണ് വ്യാജമദ്യ നിർമ്മാണം. ആഴ്ചയിൽ 1 കേസ് വീതം വ്യാജമദ്യ നിർമ്മാണം പിടികൂടുന്നുണ്ട് എന്നാണ് എക്സൈസിന്റെ ഔദ്യോഗിക കണക്ക്. ഭൂപ്രകൃതിക്കനുസരിച്ച് ഓടിയെത്താൻ സാധിക്കാത്തതും സേനാംഗങ്ങളുടെ കുറവും കുറ്റകൃത്യം കണ്ടെത്തുന്നതിന് എക്സൈസിന് വെല്ലുവിളി തന്നെയാണ്. എന്നാൽ തമിഴ്നാട് സർക്കാരും കേരളത്തിലെ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹായത്താൽ ഇപ്പോഴും ലഹരി സംഘങ്ങൾ പിടിക്കപ്പെടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ രാസലഹരി പിടികൂടിയത് അത്രയും വിനോദസഞ്ചാര മേഖലയിലെത്തിയ സഞ്ചാരികളിൽ നിന്ന് തന്നെയാണ്. അതായത് വിനോദത്തിന് ഹരം പകരുന്നതിന് വേണ്ടി ഒരു തലമുറ ലഹരി തിന്ന് തുലഞ്ഞു തീരുന്നു എന്നർത്ഥം. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.